ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇത് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി ബെർണബോയിൽ നടന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ്. ബെർണബോയിൽ നടന്നത് എന്താ നടന്നത് പരാജയപ്പെട്ടു. ഞാൻ എന്താ പറഞ്ഞത് നിന്നോട്? ബയൺ മ്യൂണിക്കാണ്. ബയൺ മ്യൂണിക്ക് നല്ല ഫോമിലാണ് നിൽക്കുന്നത്. ബെർണബോ അവർക്കൊരു വിഷയമാവില്ല, 3-2 ജയിക്കുന്നു പറഞ്ഞു. പക്ഷെ ഏതായാലും രണ്ട് ടീമും നല്ല കിടിലും മത്സരമായിരുന്നു. പക്ഷെ കളി അവസാന 90 മിനിറ്റ് വീസിൽ മുഴങ്ങിയപ്പോ 2-1 ബയൺ മ്യൂണിക്ക് വിജയിച്ചിരിക്കുന്നു. ഇനി അടുത്ത മത്സരം എന്തായിരിക്കും? കംബാക്ക് അടിക്കുറാല് ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അലയൻസ് അരീനയിൽ പോയിട്ട് എത്രമാത്രം ബയൺ മ്യൂണിക്കിന്റെ ആ ഒരു ചുവന്ന കടലാണ്, അവിടെ പോയിട്ട് റയൽ മഡ്രിഡിന് എത്രമാത്രം തിരിച്ചു വരുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് റയൽ മഡ്രിഡ് ആണ്, UCL ആണ്. ഈ ഒരു ഡയലോഗ് കളി കഴിഞ്ഞവരെ പറയണം. ഓക്കെ, പറയണം. പക്ഷെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിൽ കളി തുടങ്ങി. കളി അത്യാവശ്യം രണ്ട് ടീമുകൾക്ക് നല്ല ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലെ ഇത് ബയൺ മ്യൂണിക്കും റയൽ മഡ്രിഡ് ആയിട്ടുള്ള കളി. റയൽ മഡ്രിഡ് വിസസ് മാനുവൽ ന്യൂ ഇയർ ആയിട്ടാണ് കളി. ന്യൂ ഇയറിന്റെ 40ാമത്തെ വയസ്സിലും ഇമാതിരി പ്രകടനമാണ് ചങ്ങായി കാഴ്ചവെച്ചത്. എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഗോൾ കീപ്പറാണ് മാനുവൽ ന്യൂ ഇയർ എന്ന് പറയുന്നത്. പക്ഷെ ചങ്ങായി ചില സമയത്തൊക്കെ ഓവർ സ്മാർട്ട്നെസ് ആവുന്നത് കൊണ്ടുണ്ട്. ഇന്നലെ കണ്ടില്ല, ആ ഒരു സെന്ററിൽ വന്നിട്ട് ആ ബോൾ എടുക്കുന്ന എങ്ങാനും മിസ്സായിട്ട് വാൽബർട്ടിന്റെ കയ്യിൽ ബോൾ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ 2-2 സംബന്ധിച്ചാവേണ്ട ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആള് ഓവർ കോൺഫിഡന്റിലൊക്കെ അങ്ങനെ ചെയ്യലുണ്ട് പരിപാടികൾ. അതുകൊണ്ട് എനിക്ക് പൊതുവെ ആ ഒരു ഗോൾ കീപ്പർ എന്ന് പറയുന്ന സാധനത്തിന് എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ ഇന്നത്തെ പ്രകടനം 40ാമത്തെ വയസ്സിലും എന്താ പ്രകടനം. എന്താണ് കളയെ കുറിച്ച് പറയാനുള്ളത്? കളയെ കുറിച്ച് വളരെ നല്ല കളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിലുള്ള കളി തീയായിരുന്നു. അതിൽ രണ്ട് ടീമുകളുള്ള ആയിരുന്നില്ല, സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു. അതെ, സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഗോൾ കിട്ടി. പിന്നെയും നനഞ്ഞ പടക്കുന്നതിനെ പോലെ തന്നെ ഉണ്ട്. പെട്ടെന്ന് ഒരു ഗിയർ ചേഞ്ച്. അതെന്താ കാരണം അറിയോ? എന്താ കാരണം? ബയൺ മ്യൂണിക്ക് ഒന്ന് ഡിഫൻസിലേക്ക് ഇറങ്ങി. ഡിഫൻസിലേക്ക് ഇറങ്ങുന്ന കളി ഒന്ന് സ്ലോ ആക്കി. 2-0 അവര് വിജയിക്കാം. അവര് ഇപ്പൊ 2-0 ഈ ലെവൽ ഓഫ് സ്കോർ അവിടെ വെച്ചിട്ട് ബെർണബോയിൽ ഇത്രത്തോളം ടോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് അലയൻസ് അരീനയിൽ പോയിട്ട് അവന്റെ കംഫർട്ടബിൾ ആയിട്ട് ജയിച്ചു കളയാൻ. അതെ, അവർക്ക് പക്ഷെ എന്താ സംഭവിച്ചാൽ ആ കളി ഒന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ ഇവര് ബോൾ കൊണ്ടുവന്നിട്ട് അവിടെ പെനാൽറ്റി ബോക്സിൽ പോയിട്ട് ബോൾ മിസ്പാസും കാര്യങ്ങളായിട്ട് റയലിന്റെ കയ്യിൽ കൊടുത്ത് വീണ്ടും തിരിച്ചു കഴിഞ്ഞു. റയൽ അതുകൊണ്ട് കൗണ്ടർ വരുന്നു. അതുകൊണ്ട് അറ്റാക്കിംഗ് നടത്താൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് 2-3 കിട്ടുന്ന ചാൻസുകൾ. എംബാപ്പയുടെ തന്നെ എണ്ണം പറഞ്ഞൊരു 3 ഗോൾ, കിട്ടിയില്ല സേവുകൾ, അത് ഉറച്ച ഗോളുകളായിരുന്നു. പിന്നെ വിനീഷ്യസ് ജൂനിയറിന് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഗംഭീര പെർഫോമൻസ്. ന്യൂ ഇയർ ആണ് ഇന്ന് മാൻ ഓഫ് ദി മാച്ച് തൂക്കിയത്. 40ാമത്തെ വയസ്സെന്ന് ആലോചിക്കണം. ഇപ്പോഴും സ്റ്റേഗർ എന്ന ഗോൾ കീപ്പറെ സെക്കൻഡ് ഗോൾ കീപ്പർ ആക്കിയിട്ട് അവിടെ നിർത്തിയിരിക്കുന്നത്. ആ ചങ്ങായിക്ക് ഫോം ഔട്ട് ആയിട്ട് ഇപ്പൊ ബാഴ്സലോണയിൽ നിന്ന് പോയിട്ട് ഇപ്പോ ജെറോണയിലൊക്കെ കളിക്കുന്നത്. അവിടെ പോയി പരിക്കന്നെയാണ്. പക്ഷെ ഇപ്പോഴും ഈ 40ാമത്തെ വയസ്സിലും ബ്രില്യന്റ് പെർഫോമൻസ് ആണ്. അപ്പൊ ഇന്നലെ നിന്റെ പ്രൊഡിക്ഷൻ എന്തായിരുന്നു? 2-1 റയലിലേക്ക്. ഞാൻ പറഞ്ഞത് 3-2 ബയൺ മ്യൂണിക്ക് ജയിക്കുന്നത്. പക്ഷെ 2-1 ബയൺ മ്യൂണിക്ക് ജയിച്ചു. 3-2 സ്കോർ ആവേണ്ട ചാൻസുകൾ രണ്ട് ടീമിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ബയൺ മ്യൂണിക്കിന്റെ ആ ഒരു പെനാൽറ്റി ബോക്സ് വെച്ചിട്ടുള്ള ആ ഒരു അറ്റാക്കിംഗ് കാര്യങ്ങൾ, അതുപോലെ മ്യൂസിയാലിന്റെ ഒക്കെ ആ ഒരു സെക്കൻഡ് ഹാഫിൽ അവസാനത്തിൽ 2-3 ചാൻസുകൾ കിട്ടില്ല ചാൻസ്. അതുപോലെ ഇവിടെ എംബാപ്പെ കിട്ടിയത്, വിനീഷ്യസ് ജൂനിയർക്ക് കിട്ടിയത്. അങ്ങനെ ഇവിടെ ഗോൾ കീപ്പർ സേവ് ചെയ്യണമെങ്കിൽ അവിടെ ഫിനിഷിംഗ് ഇല്ലായ്മ. എന്താ ഫിനിഷിംഗ് ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ അത് എവേ ഗ്രൗണ്ട് ആണ്, ബെർണബോ ആണ്. അവിടെ ആ തിരമ്പി നിൽക്കുന്ന ആ ഒരു വെള്ള കടലാക്കി നിർത്തുന്ന ആ ഒരു കളി ഇറങ്ങുമ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിന്റെ ആ ഒരു സൗണ്ട് ഉണ്ടോ. വേറെ വല്ല ടീമൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ പരാജയപ്പെട്ടത്. പക്ഷെ അവിടെയാണ് ബയൺ മ്യൂണിക്ക് ഫസ്റ്റ് ഹാഫ് കളി കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഇവർ കൊണ്ടുപോകുന്നുണ്ട്, അവിടെ ബോൾ നിൽക്കുന്നുണ്ട്, അവിടെ നിന്ന് ബോൾ കിട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ശരിക്കും വീഡിയോ ഗെയിം കണക്കായിരുന്നു കളി. പക്ഷെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും, സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ റയൽ നിർത്തിച്ചുകൊണ്ട് റയൽ അങ്ങോട്ട് സൈലന്റ് ആക്കി. റയൽ ബെർണബോ പറഞ്ഞ ആ ഒരു സ്റ്റേഡിയം മൊത്തം സൈലന്റ് ആക്കിയിട്ടാണ് ആ സെക്കൻഡ് ഹാരിക്കെയിന്റെ ഗോൾ. ഈ ഹാരിക്കെയിന്റെ കളി ശ്രദ്ധിച്ചെന്ന് ചോദിച്ചാൽ ആള് ശരിക്കും കുറച്ചുകൂടെ ഇറങ്ങിയിട്ട് ആ ഗോളൊക്കെ അടിച്ചത് പറഞ്ഞാല് ബാക്കി എല്ലാവരും കണ്ണാപ്പിയും നമ്മുടെ മ്യൂസിയം ഇവരൊക്കെ പെനാൽറ്റി ബോക്സിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് ആശാൻ പുറത്താണ്. ആ ചങ്ങായി ഒലീസി കൊണ്ടുവരുന്ന ബോള് ഈ ചങ്ങായി ഫ്രീ ആയിട്ട്, എന്താ പറയുക, ഒലീസിനെയൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി 2-3 പ്ലെയർ പോകുന്ന സമയത്ത് പെനാൽറ്റി ബോക്സിന്റെ എത്രയോ പുറത്തു വന്നിട്ട് ആ കിക്ക് എടുക്കുന്നത്. ശരിക്കും സ്ട്രൈക്കർ റോളിൽ കളിക്കുന്ന ഫസ്റ്റ് ഹാഫിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നോക്കുമ്പോ സെക്കൻഡ് ഹാഫിൽ നോക്കുമ്പോ ഹാരിക്കിനെ പെട്ടെന്ന് വന്നപ്പോ റയലിനെ അങ്ങോട്ട് മൊത്തത്തില് ചള ഓണായിട്ട് ഹാരിക്കേനെ മാർക്ക് ചെയ്യാൻ പറ്റാണ്ട് ഹാരിക്കേനെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി, മിഡിലേക്ക് ഇറങ്ങി കളിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഹാരിക്കേന്റെ അങ്ങനെ മിഡിൽ കളിക്കുന്നത് കണ്ടിട്ടേ ഇല്ല. അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ബോൾ പാസിംഗ് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ. പക്ഷേ സെക്കൻഡ് ഹാഫായപ്പോ ബയൺ മ്യൂണിക്കിന്റെ കൺട്രോൾ കുറച്ച് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ബയൺ മ്യൂണിക്ക് ഡിഫൻസ് കളിക്കാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നു തോന്നുന്നു. 2 ഗോൾ ലീഡായപ്പോ റയൽ മഡ്രിഡിന്റെ കൂടെയൊക്കെ എന്ന് പറഞ്ഞാൽ 2 ഗോൾ നിർത്തുന്ന കാര്യം ചിലപ്പോൾ അവർ കമ്പാക്ക് അടിക്കുന്നത് ഭാഗ്യം. എന്ന് പറഞ്ഞാൽ UCLന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ റയൽ മഡ്രിഡിന് ഭയങ്കര ഭാഗ്യം. പക്ഷെ ഇന്ന് എന്തൊക്കെയോ ഭാഗ്യത്തിന്റെ, അതേപോലെ ന്യൂ ഇയർ എന്ന ഗോൾ കീപ്പർ അതന്നെയാണ് ഭാഗ്യത്തിനേക്കാളും ആ ഗോൾ കീപ്പർ തന്നെയാണ്. എംബാപ്പയുടെ ആ ഗോളുകളൊക്കെ നോക്കിയാൽ മതി.
ചങ്ങായി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ടൊക്കെ മെനക്കെട്ട് പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നടന്നില്ല എന്നുള്ള പരിപാടിയാണ്. അപ്പോ ഇനി അലയൻസ് അരീനയിൽ എന്തായിരിക്കും? അലയൻസ് അരീനയിൽ നോക്കുമ്പോ ഇവിടെ ഇത്ര പെർഫോമൻസ് കാണിക്കണമെങ്കിൽ അവിടെ എന്തായാലും ബയന്റെ റൂളിംഗ് ആയിരിക്കും, എംപയറിനെ കൊണ്ട് ചെല്ലുന്ന റൂളിംഗ് ആയിരിക്കും. ഒരു കിങ്ഡം എങ്ങനെ റൂൾ ചെയ്യുമോ, ഒരു കൺട്രിനെ ഒരു കിങ്ഡം എങ്ങനെ റൂൾ ചെയ്യുമോ അതുപോലെ ബയൺ റൂൾ ചെയ്യും. എന്താ കാരണം ഞാൻ ഇന്നലത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയൺ മ്യൂണിക്ക് അവരുടെ ഗ്രൗണ്ടിൽ അലയൻസ് അരീനയിൽ പറഞ്ഞാല് ഗംഭീര പെർഫോമൻസ് ആയിരിക്കും. അവിടെ ആ ഒരു സ്റ്റേഡിയത്തിന്റെ വൈബൊക്കെ വേറെ വൈബാണ്. അവിടെ പോയിട്ട് ഒരുപാട് ടീമുകൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അതില് ബാഴ്സലോണയൊക്കെ പെട്ടതാണ്. കാരണം എന്താ പറഞ്ഞാല് അവിടുത്തെ ആ ഗ്രൗണ്ടിന്റെ ആ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഗംഭീരമാണ്. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും അത് ബെർണബോനൊക്കെ മാറി നിൽക്കണം. അത് സെക്കൻഡ് ലെഗും കൂടി ആയിരിക്കണം ആലോചിക്കണം. അത് 2-1 ലീഡിലാണ് അവിടെ റയൽ മാഡ്രിഡ് പോകുന്ന കാര്യം ആലോചിക്കണം. റയൽ മാഡ്രിഡാണ് UCL ആണ് കംബാക്ക് അടിക്കാൻ ചാൻസ് ഉണ്ടോ വെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ തീരില്ല എന്നാണ് ഉള്ള കാര്യം. ഞാൻ ഓപ്പണായിട്ട് പറയാം. എന്താ പറയുക, ഞാൻ എന്തൊരു കാര്യം പറഞ്ഞു, 3 നോ റെമോണ്ടാഡ ടുഡേ ഓൾസോ ടുമോറോ ഓൾസോ. അടുത്ത കളിക്ക് ഉണ്ടാവില്ല റെമോണ്ടാഡ, അത് ഉറപ്പാണ്. അടുത്ത ലെഗിലും റെമോണ്ടാഡ ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോ നമുക്ക് ഇതിന്റെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോയാലോ. കളിയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ബെർണബോയിൽ ബയൺ മ്യൂണിക്കിന് ഒരു വിജയം വേണ്ടത്. അവർ ആ വിജയം കൊണ്ട് പോയിട്ടുണ്ട്. ഇനി അലയൻസ് അരീനയിൽ എന്താ കാണിക്കാന്ന് അത് ബയൺ മ്യൂണിക്ക് അവിടെ പോകുമ്പോൾ കാണിക്കും. റയൽ മാഡ്രിഡ് ആണ്, റയൽ മാഡ്രിഡിനെ അപ്പൊ എന്തായാലും സൂക്ഷിച്ചേ പറ്റൂ. അത് നമുക്ക് കാത്തിരുന്ന് കാണാൻ. അടുത്ത ആഴ്ചയാണ് ആ ഒരു അലയൻസ് അരീനയിൽ വെച്ച് നടക്കാൻ പോകുന്ന കളി. അപ്പൊ എന്തായാലും കംബാക്ക് ഉണ്ടാവുമെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ റയൽ മാഡ്രിഡ് ഫാൻസ് ഒന്ന് കമന്റ് ചെയ്തു. അപ്പോ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് നടക്കാം. സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ 21 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട് റയൽ മാഡ്രിഡ്. അതിൽ 10 ഓൺ ടാർഗറ്റിലേക്കാണ്. 7 ഗോൾ കീപ്പർ സേവിംഗ് ആണ്. അതേപോലെ ബയൺ മ്യൂണിക്കിന്റെ കാര്യം കഴിഞ്ഞാൽ 19 ഷോട്ട് എടുത്തിട്ടുണ്ട്. അതിൽ 4 ഓൺ ടാർഗറ്റ് ആണ്. അവിടെ തന്നെ ഞാൻ പറഞ്ഞത് ഇവര് ഓൺ ടാർഗറ്റിക്കൽ ഓഫ് ടാർഗറ്റുകളാണ്. ഫിനിഷിംഗ് ഇല്ലായ്മ ഭയങ്കര പ്രശ്നമാണ്. ഫിനിഷിംഗ് ഉണ്ടെങ്കിലുണ്ടല്ലോ അവിടെ ഗോൾ മഴയായിരുന്നു. അത് യാതൊരു 4-5 ഗോളൊക്കെ വേണ്ട ചാൻസ് ഉണ്ടായിരുന്നു. ഫിനിഷിംഗ് അത്രയും മോശമായിരുന്നു. ബോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 48-ഉം 52 ആയിരുന്നു. പാസിംഗ് 2 ടീമുകളും 429 പാസ് റയൽ മാഡ്രിഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 449 പാസുകളാണ് ബയൺ മ്യൂണിക്ക് കംപ്ലീറ്റ് ചെയ്ത്. 89% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. 90% പാസിംഗ് അക്യുറസി ഇവിടെ ഉണ്ടായിരുന്നു. 12 ഫോളും 10 ഫോളും കംപ്ലീറ്റ് ചെയ്തു. ഒരു യെല്ലോ കാർഡും ബയൺ മ്യൂണിക്ക് 4 യെല്ലോ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓഫ് സൈഡ് ആണെങ്കിൽ 1-1. കോർണേഴ്സ് റയൽ മാഡ്രിഡ് 7 വിൻ ചെയ്തപ്പോൾ ബയൺ മ്യൂണിക്ക് 11 വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കളി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2 ടീമും ഏകദേശം തുല്യ കോർണേഴ്സ് ആണെങ്കിലും യെല്ലോ കാർഡും അതേപോലെ ഓഫ് സൈഡ് അതേപോലെ അറ്റാക്കിങ് കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ സമമാണ്. പക്ഷെ അവസാന വിസിൽ മുടങ്ങിയപ്പോ 2-1 ഗോള്, അതും റയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ട് എന്ന് ആലോചിക്കണം, ബെർണബോയിൽ വെച്ചിട്ട്. അപ്പോ അടുത്തൊരു കളി, ആ കളി കണ്ടിട്ടില്ല, നമ്മൾ ഹൈലൈറ്റ്സ് ആണ് കണ്ടത് കുറച്ചു നേരം. ആഴ്സണൽ സ്പോർട്ടിംഗ് CP ഒരു ചെറിയ മീനല്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആഴ്സണലിനെ പോലെ ഒരു ടീമിനെ 90 മിനിറ്റാണ് അവര് വെള്ളം കുടിപ്പിച്ചിരിക്കുന്നത്. ആ 90-ാം മിനിറ്റിൽ ആ ഗോളും കൂടി ഇല്ലെങ്കിൽ 0-0 പിരിയേണ്ട കളിയായിരുന്നു. ഞാന് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 11-ാം മിനിറ്റിലാണ് ഒരു കിടിലം ഗോൾ ചാൻസ്, അത് ബാറ് തട്ടിയിട്ട് പുറത്തു പോകുന്നത്. അത് വല്ലാണ്ട് നമ്മുടെ സ്പോർട്ടിംഗ് ഫാൻസിനെ നിരാശ. അങ്ങനെ ആ ഒരു ഗോളൊക്കെ വീണാണെങ്കിൽ കളി മാറിയല്ലേ. റായാന്റെ കൈ തുമ്പില് കൊണ്ടിരുന്നെന്നാ പറയണ. അപ്പൊ കൊണ്ടിട്ട് നേരെ ബാരി കൊണ്ട് നേരെ താഴെ വരുമ്പോ ആ താഴെ വരുമ്പോഴുള്ള പുറയിലുള്ള ഫാൻസിന് നിരാശയുണ്ടല്ലോ, അതാണ് കാണാൻ പറ്റാത്ത ഒരു സംഭവം അല്ലേ. അപ്പൊ എന്തായാലും സ്പോർട്ടിംഗ് CP സെക്കൻഡ് ഹാഫിൽ ആഴ്സണലിന്റെ എമിറേറ്റ്സിൽ പോയിട്ട് എനിക്ക് തോന്നുന്നില്ല സെക്കൻഡ് ഹാഫിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുന്നു. പക്ഷെ എന്നാലും അവർ പൊരുതുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആഴ്സണൽ ഇപ്പൊ അവസാന മത്സരങ്ങളൊക്കെ കണ്ട് ഇന്നത്തെ കളിയിലും തന്നെ അവസ്ഥ സ്പോർട്ടിംഗ് CP ആയിട്ട് അത്ര വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെച്ചിട്ടില്ല. അവരുടെ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്ര വലിയ പ്രകടനം എന്നല്ല കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോ പ്രഷറിലാണ് ആശാമാര്, മൊത്തത്തിൽ പ്രഷറിലാണ്. അപ്പൊ ഈ പ്രഷറും കൊണ്ട് പോയി കഴിഞ്ഞാല് ഈ പ്രഷറും കൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രീമിയർ ലീഗും അവസാനത്തെ 2 കപ്പാണ് മിസ്സായത്. ഒന്ന് അങ്ങനെയാണ്. പിന്നെ UCL കഥ ഇപ്പോ സ്പോർട്ടിംഗ് CP ആണ്. സ്പോർട്ടിംഗ് CPന്റെ ഇതിരിക്കെ തോറ്റു വെച്ചാണ്ടല്ലോ. കർബാവോ കപ്പ്, FA കപ്പ്, ഇത് രണ്ടും അവിടെ ഇട്ടിട്ടാ വരുന്നത്. പക്ഷെ തോൽക്കൊന്നുമില്ല. എമിറേറ്റ്സ് തോൽക്കാൻ ചാൻസ് ഇല്ല. എമിറേറ്റ്സ് ഒരു 2 തോറ്റ പിന്നെ ഇത്ര വർഷം ഇത്രയും നാള് ഈ വർഷം മൊത്തം ഹൈപ്പ് ചെയ്ത് വെച്ചത് ആർസണലാണ്. ആ ഹൈപ്പൊക്കെ അതൊന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നില്ല ഒരു 2 ഗോളിനൊക്കെ ആഴ്സണൽ അവിടെ സ്പോർട്ടിംഗ് CP എമിറേറ്റ്സിൽ പോയി നടക്കുന്നില്ല. ഇവിടെ എമിറേറ്റ്സ് പോകുമ്പോ ആഴ്സണൽ എന്തായാലും 2-3 കൊടുക്കും. അതെ, അതിന് 2-1 ജയിക്കും. അപ്പൊ 3-1 അഗ്രിഗേറ്റിൽ അവർ കയറി പോകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്തായിരിക്കും റയൽ മാഡ്രിഡിന്റെ അടുത്ത ലെഗ് മത്സരത്തിൽ റെമോണ്ടാഡ ഉണ്ടാവോ ഇല്ലെന്ന് റയൽ മാഡ്രിഡ് ഫാൻസ് എന്തായാലും കമന്റ് ചെയ്ത് പറ്റൂ. അപ്പോ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ എല്ലാവർക്കും ഒരു ശുഭദിനം. റെമോണ്ടാഡ.